കോറോ ഹെൽത്തിന് പിന്നാലെ കൂട്ടപ്പിരിച്ചുവിടലുമായി കൊച്ചി ആസ്ഥാനമായ ടാൽ റോപ്പ്. ശമ്പളവും ജോലിയുമില്ലാതെ 300ഓളം ജീവനക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. AI മൂലം കമ്പനി പൂട്ടുകയാണെന്നാണ് ഉടമകളുടെ വിശദീകരണം. ജോലി നഷ്ടപ്പെട്ടവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കമ്പനി നഷ്ടത്തിലാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കാരണം കമ്പനിയുടെ ഒത്തിരി കാര്യങ്ങൾ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളായിക്കോട്ടെ, ഡയറക്ടേഴ്സിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിക്കും വെടിപ്പും നടക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങൾക്കോ ഇല്ല. അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇൻഷുറൻസ് ഉണ്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ സ്കൂൾ ഫീസും കാര്യങ്ങളും, ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന്റെ കാര്യം മാത്രമാണ് പെൻഡിംഗ് ആയിരിക്കുന്നത്. ഏകദേശം 11 മാസമാണ് എനിക്ക് സാലറി പെൻഡിംഗ് ഉള്ളത്. അത് ഓരോ ഘട്ടത്തിൽ ചോദിക്കുമ്പോൾ, അത് മാത്രമല്ല, ഞാനൊരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ആളാണ്. അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഓഫീസിന്റെ റണ്ണിങ്ങിന് വേണ്ടി വരെ ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചോദിക്കുമ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഇപ്പോൾ ആരും ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല. എന്ത് ചെയ്യുമെന്നുള്ളത് അത്രക്കും ഡെപ്റ്റിൽ നിൽക്കുന്ന ആളാണിപ്പോൾ. എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പല ക്രെഡിറ്റ് കാർഡുകളും പേയ്മെന്റ് ഡ്യൂ ആയിട്ടുണ്ട്. പല ഫിനാൻഷ്യലി പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നത്. ഒക്ടോബറോടെ ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. ഹാർഡ് റിയാലിറ്റി ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിനർത്ഥം ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ സെറ്റിൽമെന്റ് ചെയ്യില്ല എന്നല്ല. ഞങ്ങൾ ഓൾറെഡി ഞാൻ കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒക്ടോബർ വരെ നമുക്ക് സമയം വേണം. പക്ഷേ അതിന് മുൻപ് തന്നെ സെറ്റിൽമെന്റ്സ് എല്ലാ എംപ്ലോയീസ് മാത്രമല്ല, എൻ്റെ ഇൻവെസ്റ്റേഴ്സ്, എൻ്റെ എംപ്ലോയീസ്, എൻ്റെ വെൻഡേഴ്സ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഇപ്പോൾ പെൻഡിങ് കിടക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും നമ്മൾ സെറ്റിൽമെന്റ്സ് ഈ വരുന്ന ഒക്ടോബറിന് മുൻപ് ക്ലിയർ ചെയ്യും. നാമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. നാമി, ഈ ടാൽ റോപ്പിലെ പിരിച്ചുവിടലിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഈ കമ്പനി നൽകുന്ന വിശദീകരണം ഗൾഫ് രാജ്യത്തെ യുദ്ധം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവർക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടായി. കമ്പനി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത സാഹചര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂട്ട പിരിച്ചുവിടലിന് കാരണമെന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. പക്ഷേ ജീവനക്കാർ പറയുന്നത് കമ്പനി അത്രയും വലിയ നഷ്ടത്തിലല്ല. ഞങ്ങൾക്ക് ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകാതിരിക്കാനുള്ള തന്ത്രമാണ് ഈ കമ്പനി നടത്തുന്നത് എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വലിയൊരു പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏകദേശം 300ഓളം ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടത്. ഓരോരുത്തർക്കും 6 മുതൽ 11 മാസം വരെയുള്ള ശമ്പളം ലഭിക്കാനുണ്ട്. അവരൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പലരും മറ്റ് ജോലികൾ തേടി പോവുകയും ചെയ്തു. പക്ഷെ 6 മാസത്തോളം ശമ്പളം നൽകാതിരിക്കുന്നത് ഇവർക്ക് വലിയ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കമ്പനിയുടെ CEO ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അത്തരത്തിലുള്ള ഒരു പ്രശ്നം, അതായത് കൃത്യമായി ആദ്യം നൽകിയ സമയം അനുസരിച്ച് വേണ്ട വിധത്തിൽ ശമ്പളം നൽകുവാനായി കഴിഞ്ഞില്ല എന്നുള്ളത് കമ്പനിയുടെ വലിയ പോരായ്മയാണ്. പക്ഷെ കമ്പനി വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ്. ഉടനെ തന്നെ, അതായത് ഈ വരുന്ന ഒക്ടോബറിനുള്ളിൽ തന്നെ എല്ലാ ശമ്പളവും എല്ലാവർക്കും ഘട്ടം ഘട്ടമായി കുടിശ്ശിക തീർക്കും എന്നാണ് നൽകുന്ന വിശദീകരണം. ലേബർ കമ്മീഷനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി ഉടമകൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അതിപ്പോഴും ജീവനക്കാർ അതിൽ വിശ്വാസമില്ല. കാരണം പല തവണ ജൂലൈയിൽ ഈ മാസം തന്നെ കൊടുത്തു തീർക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഒപ്പം പിന്നീട് മാർച്ച് മാസത്തിൽ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ പല അവധിയാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥർ നൽകുന്നത്. പക്ഷെ ജീവനക്കാർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ CEO പറഞ്ഞ കാര്യത്തെയും വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. എങ്കിൽ പോലും CEO ഇന്ന് മാധ്യമങ്ങൾ ഇത്രയും പ്രതിഷേധം പിന്നീട് മാധ്യമ വാർത്തകളായതിന് പിന്നാലെയാണ് എത്രയും വേഗം, അതായത് ഓഗസ്റ്റ് മാസത്തോടുകൂടി ഒക്ടോബർ മാസത്തോടുകൂടി ഇവരുടെ ശമ്പളം കൊടുത്തു തീർക്കും എന്ന ഒരു വിശദീകരണവുമായി കമ്പനിയും രംഗത്തെത്തിയത്. നാമി, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ജോലി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് തൊഴിൽ നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള ഒരു പിരിച്ചുവിടലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ തൊഴിൽ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? തൊഴിൽ വകുപ്പ് ജീവനക്കാർ പറയുന്നത് തൊഴിൽ വകുപ്പിനോട്, ലേബർ കമ്മീഷനോട് അടക്കം ഇക്കാര്യം ബോധിപ്പിച്ചതാണ്. പക്ഷേ ലേബർ കമ്മീഷൻ വിളിച്ചപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടവർ ഫോൺ എടുത്തിരുന്നില്ല എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ കമ്പനിയുടെ CEO അടക്കം പറയുന്നത് ലേബർ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരുന്നു, അവരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്, കമ്പനി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ CEO വ്യക്തമാക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഈ ജീവനക്കാരുടെ ആശങ്ക അത് പരിഹരിക്കപ്പെടും. അത് അവരുടെ ആശങ്കയിൽ ഞങ്ങൾ കാര്യമായി തന്നെയാണ് എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നത് വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണോ ഈ ജീവനക്കാരുടെ തീരുമാനം?
ആക്ച്വലി തൽക്കാലം അവർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ കമ്പനി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയത്. ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് ജീവനക്കാർ മടങ്ങുകയാണ്. എന്തായാലും ഈ ഒരു കമ്പനി പറയുന്ന പ്രകാരം ഇവർക്ക് വിശ്വാസമില്ല എങ്കിൽ കേസുമായി മുന്നോട്ട് പോകട്ടെ, വേണമെങ്കിൽ തങ്ങൾക്കെതിരെ ലേബർ കമ്മീഷനോ അല്ലെങ്കിൽ കോടതിയോ സമീപിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. കാരണം ജീവനക്കാരുടെ ആശങ്ക ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അവർക്ക് എത്രയും വേഗം ഘട്ടം ഘട്ടമായെങ്കിലും പണം കൊടുത്തു തീർക്കാൻ ശ്രമിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഈ കമ്പനി പറഞ്ഞ ഒരു അവധി കൂടി തങ്ങൾ പരിഗണിച്ച ശേഷം ഇനിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കടക്കം ഈ ജീവനക്കാർ ഇതിനോടകം തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, കൊച്ചി ആസ്ഥാനമായ ടാൽ ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ കൂട്ട പിരിച്ചുവിടലുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 300ഓളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അവർ ശമ്പളവും ഒന്നുമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.